റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർക്കാറ്ററാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ്. മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം 1987. 1987 മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയത്. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് എന്താണ്? കൃഷിയിടം. കൃഷിയിടത്തെയാണ് ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ സൂചിപ്പിക്കുന്നത്. കൃഷ്ണ നദിയുടെ ഏകദേശം നീളം എത്ര? 1400 കിലോമീറ്റർ. 1400 കിലോമീറ്ററാണ് കൃഷ്ണ നദിയുടെ ഏകദേശ നീളം. ജനവാസമുള്ള എത്ര ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്? 11 ദ്വീപുകൾ. ജനവാസമുള്ള എത്ര ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്? 11 ദ്വീപുകൾ. നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 19 ദ്വീപുകൾ. നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 19 ദ്വീപുകൾ. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും പ്രധാന ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും പ്രധാന ചുരം പാലക്കാട് ചുരം. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 41.76%. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 41.76%. അന്തർ സംസ്ഥാന അതിർത്തിയുള്ള കേരളത്തിലെ ആകെ ജില്ലകൾ എത്ര? 10. അന്തർ സംസ്ഥാന അതിർത്തിയുള്ള കേരളത്തിലെ ആകെ ജില്ലകൾ എത്ര? 10. ഊഞ്ഞാലിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? ദോലനം. ഊഞ്ഞാലിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? ദോലനം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം മഞ്ഞ. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം മഞ്ഞ. ഏറ്റവും വേഗത്തിൽ സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹം ബുധൻ. ഏറ്റവും വേഗത്തിൽ സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹമാണ് ബുധൻ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ്. ബഹിരാകാശത്തെയും ഭൗമാന്തരീക്ഷത്തെയും വേർതിരിക്കുന്ന രേഖ കാർമൻ രേഖ. ബഹിരാകാശത്തെയും ഭൗമാന്തരീക്ഷത്തെയും വേർതിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. ലോക ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22. 2021 പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ആതിഥേയ രാജ്യം പാകിസ്ഥാൻ. 2021 പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ആതിഥേയ രാജ്യം പാകിസ്ഥാൻ. ഉരുക്കു നിർമ്മിക്കുമ്പോൾ ഇരുമ്പിൽ ചേർക്കുന്ന പദാർത്ഥം കാർബൺ. ഉരുക്കു നിർമ്മിക്കുമ്പോൾ ഇരുമ്പിൽ ചേർക്കുന്ന പദാർത്ഥം കാർബൺ. യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം വൈദ്യുത ജനറേറ്റർ. യാന്ത്രികോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് വൈദ്യുത ജനറേറ്റർ.